എന്ത് കറിയാടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പായ് വെച്ച് തിന്നാൻ കൊള്ളൂല. മനുഷ്യന് എന്താണെന്ന് ഓർമ്മ വേണ്ടേ. എരിവില്ല, പുളിയില്ല. എന്നിട്ട് നല്ലോണം വെട്ടി വീഴുന്നുണ്ടല്ലോ. എനിക്കിത് വിശന്നിട്ട്, അല്ലെങ്കിൽ ഞാനിതൊന്നും തിന്നത്തൊന്നുമില്ല. എന്നാ പിന്നെ അവരവർക്ക് ഉണ്ടാക്കിയാ പോരെ, വെറുതെ എന്നെ ഉപദ്രവിക്കാനായിട്ട്. അത് കൊള്ളാം. ഈ വയസ്സായ ഞാൻ അടുക്കള കയറണമെന്നോ? കൊള്ളാമല്ലേ ഉൾട്ട പൂതി. എന്റെ അമ്മ ഒന്ന് ക്ഷമിക്ക്. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? മുളക് പൊടി വേണോ, ഉപ്പ് വേണോ, എന്ത് വേണേ ഞാൻ കൊണ്ട് തരാം. നീ എന്നെ കളിയാക്കണോടാ? അയ്യോ, ഞാൻ ആരെയും കളിയാക്കൊന്നുമല്ല, കേട്ടതിന്റെ ബാക്കി പറഞ്ഞതാ. അമ്മ ഇച്ചിരി വെള്ളം എടുത്ത് തരുമോ? ഇത് കഴിയില്ലേ? സ്വന്തമായിട്ട് എടുത്ത് കുടിച്ചൂടെ? ഞാൻ അമ്മയോടല്ലേ ചോദിച്ചത്, എന്നോടൊന്നും അല്ലല്ലോ. നമ്മൾ കഴിക്കാല്ലേ? അമ്മേ എനിക്ക് കഴിയുന്നില്ല, നീ പോയി എടുത്തേ. ഓ, മഹാറാണി അവിടെ നിന്ന് എഴുന്നേക്കില്ല സിംഹാസനത്തിനും. നിങ്ങൾ അമ്മയോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞേ. എന്റെ വായിലും ചൊറിഞ്ഞിങ്ങനെ കേറുന്നുണ്ട്. നിങ്ങൾ രണ്ടാളൊന്നും മിണ്ടാണ്ടിരിക്കോ? എപ്പോഴും ഈ കഴിക്കപ്പെങ്കിലും സമാധാനം തരാൻ പഠിക്കണം. ഈ രാവിലെ മുതൽ രാത്രി വരെ ചലിച്ചോണ്ടിരിക്കല്ല. നീ കഴിച്ചാ കണ്ടൂടി. പോയി കൈയും മുഖം കഴിക്കേ പോ. എടാ, എനിക്കും കൂടി ഒരു ഗ്ലാസ് വെള്ളം താ. വേണേ പേടുത്ത് കുടിക്കടി. എടാ അമ്മ, പോയി എടുക്കടി, അവിടെ ഇരുന്ന് കൽപ്പിക്കാതെ. മറങ്ങോട്ട്. ഇതാരാ കഴുകാൻ? നിന്റെ അച്ഛൻ കഴുകുവോ? കഴുകുവച്ച എന്നിട്ട് പോടാ. ചുമ്മാ ചോദിച്ചാ. നീ അവന്റെ പ്ലേറ്റ് കൂടെ കഴുകുവോ? മാറിക്കടി. മറങ്ങോട്ട്. എന്റെ പ്ലേറ്റ് കഴുകുവോ നിങ്ങള്? നീ ആദ്യം കഴിക്കും. ഞാൻ കഴിച്ചു. പ്ലേറ്റ് നടക്കുന്നു. അതിന് എന്റെ പ്ലേറ്റ് അല്ലേ കഴുകുമെന്ന് ചോദിച്ചത്. നാട്ടിലുള്ള പെണ്ണുങ്ങളെ പ്ലേറ്റ് കഴുകുമെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. പോട്ടെ, കഴിച്ച ഇറങ്ങണ്ട. ഞാൻ കഴുകുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് പോണ്ട. പിന്നെ സഞ്ജു, ഒരു ഗ്ലാസ് വെള്ളം എടുത്തടാ. ആ വേസ്റ്റ് എടുത്തിന്റെ മേളിൽ വെക്ക്. തള്ളക്ക് രാത്രി പാല് കുടിച്ചാലേ ഉറക്കം വരുള്ളൂ. എന്നാ ഇങ്ങോട്ട് വന്ന് കുടിക്കോ? അതുമില്ല, ഇരിക്കുന്നിടത്ത് കൊണ്ടു കൊടുക്കണം. ഓരോ ഉപദ്രവങ്ങൾ ഉണ്ടാക്കി വെക്കുക. പുഷ്പേ, നീ എന്റെ ബ്രഷ് കണ്ടായിരുന്ന? ഇപ്പൊ അടുക്കളയിൽ വന്ന് പാല് കുടിച്ചിട്ട് പോകുന്നോണ്ട്. എന്തുവാടി, കണ്ടില്ലേ? അത് പറഞ്ഞാ പോലെ. ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? ഈ പാലാർക്കും കൊണ്ടുപോകും? ഇത് അമ്മക്ക്. എനിക്കുണ്ടാവോ? കാച്ചി കുടിക്ക് പോയിട്ട്. എന്തുവാടി ഇത്? ചൂടുള്ള പാലാന്നേ, ഞാൻ മുഖത്ത് വയ്ക്കും. നീക്ക് എന്തോണ്ട് ഇത്ര ജാട? ഭദ്രകാളി കൂടിയാ? അമ്മേ, പാല്. മധുരം ഇട്ടിട്ടുണ്ടോടി? അതൊക്കെ ഞാൻ ഇടാതിരിക്കോ? അയ്യോ, ഊതി ഊതി കുടിക്കാം. ചൂടാടി ആ വിളിക്കണം പോയല്ലോ. ഊതി ഊതി കുടിക്ക. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വാ വെച്ച് കുടിക്കാൻ പാടില്ല? അടിക്കണോ അമ്മ? എത്ര പ്രാവശ്യം പറയണം? ഇനിയും കുടിക്കൂല എന്റെ പൊണ്ണ്. എന്തോ ഇത് കഴുകി നീറ്റാക്കിട്ട് വേണം ഫ്രിഡ്ജിൽ വെള്ളം നിറച്ചു വെക്കാൻ വേണ്ടി. വെച്ചോളാം. അമ്മേ, സഞ്ജുട്ടാ, ഇതെന്താ നിന്റെ മോന്തയ്ക്ക്? ഞാൻ സ്കിൻ കെയർ ചെയ്തതാട്ടാ. എന്തിനാണ് ഈ സോപ്പ് വാരി തേച്ചിപ്പോ രാത്രിയില്? അത് ഞാൻ സ്കിൻ കെയർ ചെയ്യാനാ. നീറ്റാക്കി കൊടുത്തേ. ഇങ്ങനെ മോത വാരിട്ടേക്കാൻ പോയപ്പോണേ. ഇതെന്താ എന്റെ സാരി എടുത്ത് കൊടുത്തിരിക്കുന്നേ? അമ്മ നാളെ റീൽസ് എടുക്കാനാ. നിന്റെ മുഖത്തെന്നാ? ഇത് ഷീറ്റ് മാസ്ക്. ഈ ഷീറ്റ് മാറ്റിയിട്ട് എത്ര ദിവസമായി? അറിയില്ല. ഞാനുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഇതൊന്നും ചെയ്യാതിരിക്കുന്നത് അല്ലേ? ഇതൊക്കെ മാറ്റി വൃത്തിയാക്കി ഈ മുഖത്തെ ഈ സാമാനെല്ലാം എടുത്ത് കളഞ്ഞ് എന്നിട്ട് കയറി കിടന്ന് ഉറങ്ങാൻ നോക്ക് കേട്ടാ, പെട്ടെന്ന്. പുഷ്പേ, തുടങ്ങി അടുത്തത്. എന്നാ മോനി, ആ ഗ്ലാസ് എടുത്ത് കഴുകി വെച്ചേ. പോകുമ്പോ ആ ഡോറ് വലിച്ചടച്ചു. എന്തുവാടി നീ തുള്ളി കളിക്കുന്നേ? അഹങ്കാരി. പൂമാല വാങ്ങി വന്ന് പൂക്കളില്ലേ, ദിനം ദിനം പൂമാല വാങ്ങി വന്ന് പൂക്കളിൽ. കറണ്ട് പോയോ? പ്രകാശ, അമ്മ, അമ്മ, മിണ്ടാതിരിക്കും പിള്ളേരെ, മെഴുകി തിരി തപ്പട്ടെ. എന്തോന്ന് പിള്ളേരെ? കാണുമായിരുന്നു. മക്കളെ ഒന്നിങ്ങ് വാ,
ഈ മെഴുകുതിരി കത്തിക്കാലോ. എവിടെ പുഷ്പേ, എന്താ? ഒന്നുമില്ല. അമ്മേ എനിക്ക് പേടിയാവണമ്മേ. പ്രകാശ ഞാനിവിടെ ഉണ്ടെന്നേ. ദേ നോക്കിക്കോണേ. കണ്ട ചേട്ടന്റെ കൈ വന്നാണ്ടാ നീ. ഓ ചേട്ടനൊരു കില്ലാടി തന്നെ. നീ ട്രൈ ചെയ്ത് നോക്കിയോ, കൊള്ളൂല. ഉറപ്പാ? ഉറപ്പാ ചെയ്തോ? അയ്യോ കണ്ടോ, എന്നെപ്പോഴൊന്നും ചെയ്യാൻ നിനക്ക് പറ്റൂല മോനെ. ചേട്ടനൊക്കെ അഗ്രികൾച്ചർ ഒക്കെ ചെയ്യണ ആളല്ലേ, അപ്പൊ സിമ്പിൾ ആയിരിക്കും. ഹായ്, എന്ത് രസാ നിന്റെ ഫേസ്, നല്ല സോഫ്റ്റ് ആയില്ലോ. എടി നീ മുഖത്തിട്ട സാധനം എനിക്ക് തരുമോ? ആ അതങ്ങനെയൊന്നും തരാൻ പറ്റില്ല, അത് ഷീറ്റ് മാസ്ക് അത്. എടി എന്തോ അടി, നിന്റെ ചേച്ചിയല്ലേ ഞാൻ, എനിക്കിതാ പ്ലീസ്. ആ നോക്കട്ടെ, ആലോചിക്കാം. ഉറപ്പ്? ആ നോക്കാം. ഈ മെഴുകുതിരി വെട്ടത്തിൽ നിന്നെ കാണാനേ നല്ല ഭംഗിയുണ്ട്. ശരിക്കും ശരിക്കും നല്ല ഭംഗിയുണ്ട്. കണ്ണു കടിക്കാൻ മരുന്നില്ല അമ്മേ. ആർക്കാരി കണ്ണുപടി? പിന്നെ എന്തിനാ ഇത് ഊതിക്കെടുത്തിയേ? എനിക്ക് ബോറടിച്ചിട്ട്. അതൊന്നും അല്ല, നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാ. കണക്കായിപ്പോയി. ഒന്ന് നിർത്തൻ്റെ അമ്മേ. രാത്രി കിടന്ന് രണ്ടുപേരും കൂടെ ബഹളം വെച്ച് അയലോക്കാരെ മുഴുവൻ അറിയിക്കണം. അത് ഡെയിലി നടക്കുന്നതല്ലേ. നിന്റെ അച്ഛമ്മയോട് പറയടാ അടി ഉണ്ടാക്കാതിരിക്കാൻ. അച്ഛമ്മ ഇനി അടി ഉണ്ടാക്കണ്ട കേട്ടോ, പാവം. അമ്മയും മോശമൊന്നുമല്ലല്ലോ. സ്വന്തം അമ്മക്കിട്ട് തന്നെ താങ്ങ കേട്ടോ. ഇവള് കൊച്ചുനാളിൽ എന്ത് പാവായിരുന്നു. ആ അതെ, ഇപ്പം വലുതാവുമ്പോ പെണ്ണിന്റെ സ്വഭാവം മാറി. ശരിയാ. അതൊന്നും അമ്മയും പാവായിരുന്നല്ലോ, ഇപ്പൊ പ്രായമായപ്പല്ലേ മോടാർക്കി തുടങ്ങിയത്. ആർക്കടി വയസ്സായത്? ഇവക്ക് എപ്പോഴും ചെറുപ്പമല്ലേ? നോക്കൂ, ഭയങ്കര ചെറുപ്പ. പ്രായമൊന്നും മൂടി വെക്കാൻ പറ്റില്ല മക്കളെ കേട്ടോ. അങ്ങനെ പറയല്ലേ അമ്മേ. ഇവളെ കണ്ട 4 പിള്ളേരെ പ്രസവിച്ച ഒരു സ്ത്രീയാന്ന് പറയൂ. ഡൈ അടിച്ച് നടക്കുന്ന ആളോടൊന്നും ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് ശരിയാ. ഞാൻ ഡൈ അടിച്ചെടുക്കുന്നത് നിനക്കെന്തറിയന്? എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എന്നോട് പറയരുത് ഒന്ന് ഡൈ അടിച്ചതാ ഒന്ന് ഡൈ അടിച്ചതാന്ന്. അല്ല അതൊക്കെ വിട്, അച്ഛൻ വൈകുന്നോട്ടെ ഈ ഡൈ പരിപാടി തുടങ്ങി. 10-30 വർഷമായടാ. 30 വർഷം? നിന്റെ അച്ഛന്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞപ്പോ തുടങ്ങി അച്ഛമ്മ ഡൈ അടിക്കാൻ തുടങ്ങിയത്. അതെന്താ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞപ്പോ ഒരു ഡൈ അടി? പിന്നെ പിള്ളേരെയൊക്കെ നോക്കണ്ടേ എനിക്ക്. ഓരോ പ്രസവത്തിന്റെ ഗ്യാപ്പിലും അമ്മ ഈ ഡൈയിൽ നിന്നൊരു ലീവ് എടുക്കുക. എടാ എനിക്ക് കൊച്ചുങ്ങളെ നോക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? അതാ. ഓ അങ്ങനെയാടാ. ഓരോ കൊച്ചു ജനിച്ച് കഴിയുമ്പോൾ കുറച്ചാൾ വെളുക്കും, പിന്നെ വീണ്ടും കറക്കും. അടുത്ത കൊച്ചു കഴിയുമ്പോൾ വീണ്ടും വെളുക്കും, പിന്നെയും കറക്കും. പക്ഷെ എന്നാലും അമ്മ മക്കളെ നന്നായി നോക്കിയിനി പ്രകാശ് ഏട്ടാ, അങ്ങനെ പറയരുത്. ഞാൻ നോക്കിയിട്ടില്ല. അതെ അമ്മ, അത് സത്യം. അമ്മ ഡൈ അടിച്ചിട്ടില്ല, മേക്കപ്പ് ചെയ്തിരുന്നില്ല, ഒരുങ്ങി നടന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതെ. എന്റെ പ്രായമൊക്കെ ഞാൻ അതെല്ലാം തേച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെ നോക്കി ഇത്രയൊക്കെ ആക്കി തന്നില്ലേ? അതല്ല, മക്കളെ നോക്കാൻ പാടായിട്ട് ആരെയായിരുന്നു? നിന്നെ ആയിരുന്നു. ആ നീ ഒരിടത്ത് അടങ്ങിയിരിക്കൂല, കുരുത്തക്കേടും കാണിച്ചോണ്ട് നടക്കും. എങ്ങനെ, എന്ത് കുരുത്തക്കേട്? അത് മാത്രല്ല ഇവൻ മെലിഞ്ഞ് കൊള്ളി പോലെ ആയിരുന്നല്ലേ. അതെ മക്കളെ, അതെ. അങ്ങനെ അണ്ടർ വെയിറ്റ് അല്ലായിരുന്നോ? അപ്പൊ ഇവള കൃഷ്ണ 3.5 കിലോ ഉണ്ടായിരുന്നു. ആ അതെ, എന്നാന്നറിയാവോ, എവള് അടുക്കള ചെന്ന് ഇവള് കട്ട് തിന്നുവായിരുന്നടി. അങ്ങനല്ല, നിന്നെ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ഉണ്ടല്ലോ ഇവള് ഭയങ്കര ഭക്ഷണം കഴിക്കുമായിരുന്നു. അല്ലെ അപ്പൊ ഇവർ രണ്ടുപേരോ? അവര് രണ്ടുപേരും 3 കിലോ. 3 ഈക്വൽ ആയിരുന്നു. അതെ. അപ്പൊ ഞങ്ങളുള്ളപ്പോ ഒന്ന് തീറ്റം വരെയൊക്കെ കൊടുത്തില്ല അച്ഛൻ. നിങ്ങളുടെ ഇതിനെല്ലാം എനിക്ക് ഭയങ്കര ഛർദി ആയിരുന്നടി. വെറുതെ വരെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ എലുമ്പ് സാധിക്കുന്നത് അമ്മ കഴിക്കാത്തോണ്ടാവും പ്രഗ്നൻസി ടൈമില്. അല്ല അമ്മ, എന്റെ ഓർമ്മയിൽ അപ്പുണ്ണീനെ ഗർഭിണി പ്രസവിച്ചതിന് ശേഷമല്ലേ അമ്മയ്ക്ക് നടുവേനയായത്? അന്ന് ഇവനെ പ്രസവിക്കാൻ കയറ്റിയില്ലേ, ഇവന്റെ എന്തോ പ്രോബ്ലം ആയിട്ട് അത് നാച്ചുറൽ. ഇവന്റെ തല പുറത്ത് വരുന്നുണ്ടായിട്ടില്ല അതെ മക്കളെ. അതെ അതെ. ഭയങ്കര വെയിറ്റ് ആയിട്ട് എന്നിട്ട് പിന്നെ ഓപ്പറേഷൻ ചെയ്യണം എന്നെല്ലാം പറഞ്ഞു ഡോക്ടർ അല്ലേ അമ്മേ. അതെ മക്കളെ, അത് പിന്നാടി ഇവർക്ക് പക്ഷെ എന്നിട്ട് ഞാൻ നോർമൽ ഡെലിവറി പ്രസവിച്ചിന്. പ്രസവിച്ചു. ആ 4 മക്കളി. എന്തായാലും ഒരു ഗുണമുണ്ട്, ഇവൻ ജനിച്ച പിന്നെ ഇവളുടെ നടുവേന മാറിയിട്ടില്ല. ഞാനത് കുളിപ്പിച്ചിട്ടാ അവളെ നല്ല മര്യാദക്ക് വേദവെള്ളം ഇട്ട് നടുവിന് പിടിച്ചിട്ടാ നടുവിനെ പോയത്. കുഴമ്പൊക്കെ കൊടുക്കും. വയറ്റാട്ടിയുടെ പണിയൊക്കെ കൃത്യമായിട്ട് അറിയാം അച്ചമ്മയ്ക്ക്. ലേഹ്യം കഴിക്കാൻ ഇച്ചിരി മടിയായിരുന്നു, എന്നാലും ഞാനത് കൊടുക്കും. എന്നിട്ട് ഇപ്പൊ രണ്ടും കൂടെ തല്ലെടുത്താണല്ലോ എപ്പോഴും. അത് അന്നത്തെ വേദി പിടിച്ചതിന്റെയാണ് ഇപ്പോഴത്തെ ഇങ്ങനെ അടി കൂടിക്കൊണ്ടിരിക്കുന്നത്. അത് അതുകൊണ്ടൊന്നല്ല, അമ്മയ്ക്ക് പ്രകാശേട്ടൻ എന്നെ കുറച്ചധികം സ്നേഹിക്കുമ്പോൾ കുറച്ച് കുശും, അത് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇഷ്ടക്കുറവൊന്നുമില്ല അമ്മ. ഇഷ്ടക്കുറവുണ്ടോ? ഇഷ്ടക്കുറവൊന്നുമില്ല. ആ എന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ല. ആ അതന്നെ. അല്ല ഈ 2 മിനിറ്റ് മുമ്പ് അച്ഛൻ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞേ, ഭയങ്കര വയസ്സ് കൂടുതലാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഇങ്ങനെ എത്ര പെട്ടെന്ന് മാറി. ഓ സരസ്വതി അമ്മ. അമ്മ ഇന്ന് കുളിച്ചില്ലേ? ഭയങ്കര ചൊറിച്ചല്. മൊത്തത്തിൽ കടിയാന്ന് ഞാൻ പറഞ്ഞല്ലോ, മൊത്തത്തിൽ കടിയാ, അപ്പടി കടിയാ.
ഇതാണ് ഞാൻ പറയുന്നത്. ചിരി കണ്ടില്ലേ? എന്നെ കളിയാക്കുന്നില്ലേ? തുടങ്ങി തുടങ്ങി ആ തുടങ്ങി തുടങ്ങി തുടങ്ങില്ല, ഞാനൊന്ന് ചൊറിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കുറ്റം പറയുന്നു കേട്ടോ. അങ്ങനെയല്ല. പറയുന്നു കേട്ടോ. ശരി ശരി എടീ, എനിക്ക് വിശന്നിട്ട് വയ്യ. തീറ്റ തീറ്റ തീറ്റ. കഴിക്കാം. ആ ചെറുക്കനോട് എന്നെ കളിയാക്കരെന്ന് പറയണം. ഒരു അരമണിക്കൂറും കൂടി നോക്കാം കറണ്ട് വരുമോ എന്നിട്ട് കഴിക്കാം. അമ്മ അമ്മ ഒന്ന് വന്നേ, എവിടെ എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. അതിന് ഞാനെന്തിനാ വരുന്നത്? അല്ല അവൻ ഇരുട്ടല്ലേ, എനിക്ക് പേടി ഉണ്ടായിട്ടല്ല, ജസ്റ്റ് ആ ബാത്റൂമിന്റെ പുറത്ത് നിന്നാ മതി. എടാ 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 എടാ, നിനക്ക് ഉളുപ്പുണ്ടോടാ? സത്യം, എലുന്തോലായ വലിയ ചേട്ടന് പേടി, ഈ ചക്കപ്പോത്തായ ചെറിയ അപ്പുണ്ണിക്ക് പേടിയില്ല. പോടാ ചേച്ചി, ഒന്ന് വന്നേ. നടക്ക്. ഇത്രയും വലുതായിട്ടും എന്തൊരു പേടി തൊണ്ടനാവൻ. നിങ്ങളെ അടുക്കളയിലെ വാതിലൊന്ന് അടച്ചിനോ നോക്കിട്ട് വന്നേ. ഈ രാത്രിയിലോ? അത് ഞാൻ ഒറ്റയ്ക്ക്? ഇപ്പൊ കറക്റ്റായി. അമ്മ, ഞാൻ പോയി അടിച്ചു വരാം. കണ്ടു പഠിക്കച്ചാ. അവനുണ്ടല്ലോ, അത് മതി. ആരെങ്കിലും ചെയ്താ പോരെ? എന്താ മക്കളെ? അല്ല, ഒരു കാറ്റ് വീശി. ചേച്ചി എന്താടാ? പോയില്ലല്ലോ അല്ലേ? ഇല്ല. ചേച്ചി എന്താടാ? അല്ല അവിടെ ഉണ്ടോ നോക്കിയതാ. നീ ഒന്ന് മുള്ളിട്ട് വരുമോ? ഒന്ന് മുള്ളിട്ട് വാടാ. അത് കഴിഞ്ഞ് ഇപ്പോരാ, ഒരു മിനിറ്റ്. ആ താങ്ക് യു. എന്തൊരു നാറ്റാടോ. ഞാനും ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. ഫോൺ എടുത്തിട്ടാണോ മൂത്രയിക്കാൻ പോകുന്നേ? അത് പുറത്ത് ഇരുട്ടല്ലേ, ടോർച്ച് ഇങ്ങനെ തെളിച്ച് വെളിച്ചത്തിലങ്ങ് പോവാം. സമാധാനമായി. അമ്മേ കഴിക്കാൻ വല്ലതും ഉണ്ടോ? കുറച്ച് ചോറ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അത് മതിയോ? അതൊന്നും വേണ്ട. അമ്മ, കഴിക്കാൻ വല്ല സ്നാക്സ് ഉണ്ടോ? ശരി അമ്മ, ബോറടിക്കും, നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നും കുടിച്ചൊക്കെ ഇരിക്കാന്നേ. അല്ല, നിങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചതല്ലേ? അമ്മ സമയത്രയെന്ന് വിചാരം വിശന്നിട്ട് പാടില്ല. ആ, നിങ്ങൾ എല്ലാരും സഹായിക്കുമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരും. ആ സഹായിക്കാം. എന്നാ വാ. വാ. അച്ഛമ്മ, എന്റെ പൊന്നു മക്കളെ വിളിച്ചോണർത്തല്ലേ, കുറച്ചു നേരം സമാധാനം കിട്ടും നമുക്ക്. വാ. നടക്ക്, നടക്ക്. എടാ വീണുകൂട്ടാ, നീ എവിടെ നിന്ന് ഒപ്പിച്ചടാ ഈ സമയത്ത് ഈ സാധനം? ഞാൻ വരുന്ന തീർത്ത് കളയല്ലേ? 15 മിനിറ്റിനുള്ളിൽ ടച്ചിങ്സുമായിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങോട്ടെത്താം. വെച്ചോ. സഞ്ജു, കട്ടൻ എടുക്കടാ. തരാമോ ഒന്ന് ഒഴിക്കട്ടെ എന്റെ പൊന്നെ. സഞ്ജോട്ടാ, ലാഗ് അടിക്കാതെ കട്ടൻ ചായ ഇങ്ങോട്ട് എടുത്താ. തരാടാ. ആദ്യം സഹായിക്കാന്ന് പറഞ്ഞ ആളാ, എന്നിട്ട് വെട്ടി വിഴുങ്ങണണ്ട. അല്ല, നിങ്ങൾ മൂന്നുപേരും ജോലി എടുക്കണ കൊച്ചു ചേർക്കാൻ ജോലി എടുക്കണ വളരെ തെറ്റല്ലേ? ഓ എടാ, നിനക്ക് ബ്രെഡ് വേണോ? ആ, 2 എണ്ണം എടുത്താ. ഓ, താങ്ക് യു. ഞാനല്ലേടാ ഫസ്റ്റ് ചോദിച്ചത്. ആദ്യം അവന്റെ വായ നടയട്ടാ, അല്ലെ കടന്നു ചഞ്ചിഞ്ച് വെച്ചോണ്ടിരി. ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ട് ഉണ്ടാക്കാൻ അറിയില്ലേ? ആരാ ബ്രെഡ് ഉണ്ടാക്കിയേ? ഉള്ളത് കഴിക്കടാ. ചേച്ചിയുടെ കട്ടൻ അവിടെ വെക്കണ്ട. ഭയങ്കര മധുരമായി പോയിടാ സഞ്ജു. ആ കുഴപ്പമില്ല. നിന്റെ എവിടെ വെക്കണ്ട കട്ടൻ? നിനക്ക് എവിടെ വെക്കണ്ട കട്ടൻ? ഇങ്ങിതാ, ഞാൻ ഇവിടെ നിന്ന് കുടിച്ചോളാം. നിനക്കോ ചേച്ചി? നിനക്കോ? എനിക്ക് അവിടെ കൃഷ്ണ, അതിന്റെ തീ കുറക്ക്. കരിഞ്ഞു പോകും. കുറച്ച് നമുക്കുള്ളതായോടി. നമുക്കുള്ളത് ഒരു 2 എണ്ണം കൂടി വേണം. ഇനി മുട്ട എത്രണ്ണം വേണ്ടി വരും? മുട്ട ഒരു 2 എണ്ണം കൂടി എടുത്തോ. मेरा जूता जापानी ये बदलो. ഇതെന്താ ബ്രെഡ് ഓംലെറ്റോ? അല്ല, ഐസ്ക്രീം. അച്ഛൻ എടുക്കട്ടെ ബ്രെഡ് ഓംപ്ലേറ്റ്? ആയിക്കോട്ടെ. എടി അച്ഛനെ ഒന്നെടുത്ത്. എന്താ അച്ഛാ? അച്ചാർ പുഷ്പ, അച്ചാർ എവിടെ? അല്ലെ രാത്രിയിൽ എന്തിനാ ഇപ്പൊ അച്ചാറ്? ബ്രെഡിന്റെ കൂടെ നല്ല കോമ്പിനേഷനാ. എവിടെ മക്കളെ, ആ അച്ചാർ എടുത്തു കൊടുത്തേടി. അപ്പൊ ഇനി ബ്രെഡ് ഓംലെറ്റ് എടുത്തോളൂ. അമ്മ എവിടെ? സോഫ കിടന്ന് ഉറങ്ങാം. അയ്യോ, എന്നാ പോയി ഞാൻ വിളിച്ചോണ്ട് വരാം.
വേണ്ടേ? എടാ സഞ്ജു, എന്തോ ഒരു കള്ളത്തരം മണക്കുന്നില്ലടാ. ആ എനിക്ക് എന്തോ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ കളത്തിൽ. ഇപ്പം വരെ മക്കളെ. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. അതും പോയാ. ചേച്ചി എനിക്കൊരു ബ്രെഡ് എടുത്തന്നെ താരാടാ. എടാ പ്രകാശ, നീ ഇരുട്ടത്ത് എങ്ങോട്ടാണ് പോണത്? ഞാനിപ്പോ വരാം. അമ്മ പ്രകാശനെ എങ്ങോട്ട് അമ്മ പോയെ? ആ ഇരുട്ടത്തേക്ക് പോയിട്ടുണ്ട് അങ്ങോട്ട്. അച്ഛൻ മുങ്ങിയാ? എനിക്ക് അപ്പേ ഡൗട്ട് അടിച്ചായിരുന്നു. അച്ചാർ വന്ന് എടുത്തപ്പോ എനിക്ക് ഡൗട്ട് തോന്നിയതാമേ. അതെങ്ങനെയാ നിനക്ക് ഡൗട്ട് തോന്നിയ? സിനിമയിലൊക്കെ അച്ചാറല്ലേ ടച്ചിങ് സൈഡ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എന്തൊക്കെയാണോ അച്ഛൻ വെള്ളം അടിക്കാൻ പോയിന്ന്. ഈ രാത്രിക്ക് ഇതൊക്കെ കിട്ടുമോ? എവിടുന്നാ? ആ വേണുക്കുട്ടനാ ഇതിനൊക്കെ കാരണം. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട്. അച്ഛമ്മക്ക് ബ്രെഡ് ഓംലേറ്റ് വേണം. വേണ്ട, എനിക്ക് ഈ രാത്രിക്ക് വേണ്ട, അങ്ങനെ ഗ്യാസ് കയറും. കുഴപ്പമില്ല, ഒരു കട്ടൻ ഇട്ട് തരാം. എന്നാ വരാം. ഇതൊരു ചാത്ത സാധനമാണ്. ഇത് തന്നെ ഒപ്പിച്ചെന്റെ കഷ്ടപ്പാട് എനിക്കറിയാവുള്ളൂ. എന്തായാലും നിന്നെ സമ്മതിച്ചിട്ട് രാത്രി എവിടെ പോയി ഒപ്പിച്ച്? ഈ വേണുക്കുട്ടം വിചാരിച്ചാൽ ഇവിടെ സാധനം കിട്ടാനാണോ പാട്? നീ ഒരു കിലാടി അല്ലേ? കിലാടി പിന്നല്ലാതെ. അയ്യോ, ഒടുക്കത്തെ കുത്തല്. ആണോ? എന്നാ നിങ്ങൾ അടിക്കണ്ട. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ, നീ ഇങ്ങനെ പിണങ്ങാതെ. ഇനി പറഞ്ഞാലേ ഞാൻ വാരി കെട്ടി അങ്ങ് വീട്ടിലോട്ട് കൊണ്ടുപോകും. ഓടെ ഒഴിയടാ, എനിക്ക് ഒഴിയടാ. ഒഴിപ്പാൻ പ്ലാൻ ഇല്ല അല്ലേ? നോ നോ നോ. ഇതോടെ അടിച്ചാൽ മതി കേട്ടോ. ഇത് എനിക്ക് നാളെ രാവിലെ ഒരെണ്ണം അടിക്കണം. രാവിലെ ഒഴിക്കാൻ ഈ കുപ്പി മുഴുവൻ നിനക്ക് വേണം. അടി എടുത്തടി. നമ്മളെന്നേ രാജി രണ്ടുപേരും പാട്ട് പഠിക്കുക. പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും. പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും. പൊന്നാറ്റിനപ്പുറത്ത് നിന്നും പൊന്നാരം ചൊല്ലി നീ വന്നു. പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും. റാച്ചി, നിങ്ങൾ പാട്ട് പഠിച്ചിട്ടുണ്ടോ റാച്ചി? ഓവേ പാട്ട് ഞാനൊരു ഐഡിയ പറയാം. നിങ്ങൾ ടി വിയിൽ മത്സരത്തിന് പാടണം പാട്ടിന്റെ. എന്നിട്ട് വേണം ആൾക്കാരെല്ലാം കൂടെ എന്നെ എടുത്ത് കൊടുക്കാൻ. സൂപ്പർ പാട്ടാണ് നിങ്ങൾ. അതൊക്കെ നമ്മൾ പോടുന്നു. ഫോണും എടുക്കുന്നില്ലല്ലോ. ഇത് എവിടെ തണ്ടി തിരിയാൻ പോയതാമോ? രമണനും പ്രിയ മദനനൊത്ത് ആ മരത്തണലിൽ സുരസുന്ദര സൗഭാഗ്യം പങ്കുവയ്ക്കുമ്പോൾ ഒഴുകി ഒഴുകി ഒഴുകിയെത്തി കളകളഗാനം. സൂപ്പർ റാച്ചി. നമുക്കായി ഞാൻ പാടുന്നൻ മധുര സംഗീതം. വേണുകൂട്ട, നിനക്കായി ഞാൻ പാടുന്ന മധുര സംഗീതം. സൂപ്പർ സോങ്. ആൾക്കാർ തെറ്റ് കള്ളു കുടിച്ചിട്ടും കാണിക്കണം. അങ്ങോട്ട് പ്രകാശി, ഞാനൊരു ഐഡിയ പറയട്ടെ. നമുക്ക് 2 പേർക്കും കൂടി സ്വന്തമായിട്ടൊരു ഷാപ്പ് തുടങ്ങിയല്ലോ. അടിപൊളി, ഉഗ്രൻ ഐഡിയ. പക്ഷേ എടാ, എന്താ പറ പ്രകാശി? എന്റെ ഭാര്യ ഉണ്ടല്ലോ, ആ, അവൾ എന്നെ പുറത്താക്കി ചവിട്ടി കൂട്ടുക. എന്താ പ്രകാശി, നമ്മൾ ആണുങ്ങളായി കഴിഞ്ഞാൽ കുറച്ച് ധൈര്യം വേണ്ടേ? ഭാര്യമാരുടെ മുമ്പിൽ നട്ടെല്ല് നിവർത്തി നിൽക്കണം. അതൊക്കെ നീ തന്നെയാടാ. നീ 2 അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിനക്ക് ഭയങ്കര ധൈര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് സ്വന്തമായിട്ടൊരു ഷാപ്പ് തുടങ്ങാം. എന്നിട്ട് വേണുക്കുട്ടന്റെ വേയും പ്രകാശിന്റെ പ്രായം ചേർത്ത് വേപ്രാന്ന് പേരിടാം. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യണം. അവിടെ വരുന്ന എന്നെ പോലുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ 1 ഗ്ലാസ് കള്ള് ഫ്രീ കൊടുക്കണം. അത് നിങ്ങളുടെ മനസ്സ് പ്രകാശി, അത് നിങ്ങളുടെ മനസ്സ്. എടാ, എനിക്കിപ്പോ ഈ രാത്രിയിലേ എനിക്ക് 2 അടിക്കണമെന്ന് തോന്നി. വേറെ ആരുണ്ടോ ഈ ഭൂമിയിൽ എനിക്ക് വിളിച്ചോണ്ട് ഒരു പെഗ്? നിങ്ങൾ കരയരുത് പ്രകാശി, നിങ്ങൾ കരയരുത്. നീ എന്റെ ചങ്കാടാ. അപ്പൊ നമ്മള്
ഷാപ്പ് തുറക്കും. ഷാപ്പ് തുടങ്ങും നമ്മള്. പ്രകാശി ഓ സൂക്ഷിച്ചു പോണം. ഓക്കെ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചക്കര ഗുഡ് നൈറ്റ്. വിട്ടോ. സൂക്ഷിച്ചു പോണം കേട്ടാ. സൂക്ഷിച്ചു പോ. പാമ്പൊന്നും കഴിക്കാമോ? പൊക്കോ.